പ്രളയത്തിൻ്റെ മറവിൽ എന്താ പറയുക മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനിടയിൽ അതിന് ശക്തമായ താക്കീതുമായിട്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കും. അദ്ദേഹം പറഞ്ഞതാണ് ശരി. കാരണം രാഷ്ട്രീയ ഇത് എങ്ങനെയെങ്കിലും പ്രളയത്തിനൊരു ആശ്വാസം കണ്ടെത്താനല്ല, പരമാവധി വിവാദം ഉണ്ടാക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ രീതിയിൽ നമ്മൾ കണ്ട് ഈ വാർത്തകൾ കൊണ്ട് ഭയന്ന് ആ നാട്ടിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ അവരൊന്നും ഇവിടെ പറഞ്ഞു കൊടുത്ത പ്രശ്നമൊന്നുമില്ല. ഈ ഡാം തുറന്നു വിട്ടു എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണ്, പ്രചരിപ്പിച്ച നടപടി ഉണ്ടാകുന്ന ഇദ്ദേഹം VD സതീശൻ പറഞ്ഞു. ഇത് പത്തനംതിട്ടയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് ഇതാണ്. പത്തനംതിട്ടയിലാകെ ഇപ്പോൾ ഒരു ഡാമിൻ്റെ ഒരു ഷട്ടർ മാത്രം 15 സെൻറ്റിമീറ്റർ ഉയർത്തി വെച്ചിട്ടുണ്ട്. അത് മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറക്കുന്ന സമയത്ത് പമ്പയിൽ വെള്ളം കൂടും. കാരണം ഇത് കക്കാട്ടാറ്റിലേക്കാണ് ഒഴുക്കുന്നത്. കക്കാട്ടാറ് വന്ന് ചേരുന്നത് പമ്പയിലേക്കാണ് വന്ന് ചേരുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അത് ശരിയാണ്. അല്ലാതെ ഒരു ഡാമിൽ, ശബരിഗിരി പദ്ധതിയുടെ ഡാമിലൊക്കെ 40% ശരാശരി വെള്ളം ഉള്ളൂ. അതിന് തക്കതായിട്ടുള്ള മഴയെ പെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പമ്പ, അതുപോലെ പമ്പ മലനിരകൾ, ഈ വനമേഖലയിൽ ഉരുൾ പൊട്ടുവോ വെള്ളം കുത്തി ഒഴിച്ചുണ്ടാവുക, മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ റാന്നിയിൽ വെള്ളം കയറിയത്. അല്ലാതെ അത് ഡാം തുറന്നു വിട്ടിട്ടാണെന്ന് പറഞ്ഞ് ഒരു പരാമർശം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് പറഞ്ഞ് പരത്തുന്നത് എന്നുള്ളതാണ്. അത് ഒരു ഭാഗം മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ചെയ്യുന്നുണ്ട്. അപ്പം അവർ കാണുന്ന ജനങ്ങൾ, ദൂരെയുള്ള ജനങ്ങൾ വിചാരിക്കും ഇതിവിടെ സർക്കാരും സംവിധാനമൊന്നുമില്ല, ഇതെല്ലാം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണോ എന്നൊക്കെ രീതിയിൽ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറുവശത്തുനിന്ന് CPM അണികളും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളെ ക്യാപ്റ്റൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഈ ഡാം നിറയാതെ എങ്ങനെയാണ് ഡാം തുറന്നു വിടുന്നത്? അവിടെയാണ് ഇതിൻ്റെ ഒരു ചോദ്യം വരുന്നത്. ഇപ്പം മൂഴിയാർ ഡാം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി 1-2 നല്ല മഴ പെയ്താൽ നിറയുന്ന ഒരു ഡാമാണ് മൂഴിയാർ ഡാം. അപ്പോൾ അതിൻ്റെ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ അപകടകരമായ അനുവദനീയമായ ലെവലിലേക്ക് ജലം വന്നിരുന്നു. പിന്നീട് അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ഇത് തുറന്നു വിടുകയും. പിന്നെ ഉള്ളത് മണിയാർ ബാരേജാണ്. ഈ മണിയാർ ബാരേജ് ശരിക്കും അതിൻ്റെ ഷട്ടറുകളെല്ലാം പൊക്കി വെച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഉയർത്തി വെച്ചിട്ട് കാലങ്ങളായി, 3 വർഷത്തോളമായിട്ടുണ്ട്. അതിനകത്തൂടെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല അത് തുറന്ന് വിട്ടു അല്ല. ഇപ്പം മണിയാർ ഡാം തുറന്നു വിട്ടു എന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണം. ഇത് തുറന്നു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഈ പ്രചാരണം അഴിച്ചു വിട്ടോ എന്നുള്ളതാണല്ലോ. നിലവിലിപ്പോൾ പത്തനംതിട്ടയിലെ പ്രശ്നമുള്ളത് വെള്ളം ഉള്ളത് ഒന്ന് പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ, കോഴഞ്ചേരിലും അതുപോലെ ചെങ്ങന്നൂർ റോഡിൽ ആറന്മുളയിലും ആണ് വെള്ളമുള്ളത്. പിന്നെ റാന്നിയിൽ പക്ഷേ എനിക്കൊന്ന് വാഹനങ്ങൾക്ക് കടന്നു പോരാം എന്നൊന്ന്. മഴ അത്ര വലിയ മഴയില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഇവിടെ നിന്നുള്ള വെള്ളം താഴെ അപ്പർ കുട്ടനാട്ടിലേക്ക് ഒഴുകി പോവുകയാണ്. ഈ പമ്പ നിറഞ്ഞു വരുന്ന വെള്ളം, അല്ലെ അച്ചൻകോവിൽ നിറഞ്ഞു വരുന്ന വെള്ളം അത് താഴേക്ക് ഒഴുകുമല്ലോ. അപ്പം താഴേക്ക് ഇത് ഒഴുകി പോകുമ്പോഴാണ് മേളിലുള്ളിടത്തെ വെള്ളപ്പൊക്കം നിയന്ത്രണ വിധേയമാകുന്നത്, പമ്പയിലേക്ക് തന്നെ ഈ വെള്ളം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ തിരുവല്ലയിൽ MC റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല, എന്നാലും വലിയ വാഹനങ്ങളുണ്ടെങ്കിൽ. ചെങ്ങന്നൂർ മേഖലയിലും മുമ്പ് കഴിഞ്ഞ വെള്ളപ്പൊക്കക്കാലം ചെങ്ങന്നൂർ ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടായ സ്ഥലമായിരുന്നല്ലോ. ചെങ്ങന്നൂർ ഇപ്പം പൊതുവെ എങ്ങനെയാണ് അവസ്ഥ? ചെങ്ങന്നൂർ പ്രശ്നമില്ല. ചെങ്ങന്നൂരും തിരുവല്ലയിലും ഇടയിൽ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ MG സോമൻ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ മഴയാണ്. അതായത് ഇന്നലെ പുലർച്ചെ പെയ്ത മഴ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രാത്രി മിനിഞ്ഞാന്ന് പുലർച്ചെ പെയ്ത മഴ, അതായത് ശനിയാഴ്ച പുലർച്ചെ പെയ്ത മഴയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. അത് മുന്നറിയിപ്പില്ലാതെ പോയി. മുന്നറിയിപ്പ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാരോ ഭരണകൂടമോ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാതിരാത്രിക്കാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മഴ ഇങ്ങ് വരും. ഇപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ ഹെലികോപ്റ്ററിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഇവിടെ കയറ്റിക്കൊണ്ട് പോയി നിരീക്ഷണം നടത്തിയില്ല, അവിടെ പോയി സ്ഥലം സന്ദർശിച്ചില്ല എന്നൊക്കെയാണ് CPM-ൻ്റെ പുതിയ പരാതി. CPM-ൻ്റെ പരാതി നമുക്കറിയാമല്ലോ. CPM ഇപ്പോൾ വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആകെപ്പാടെ തോറ്റമ്പി അവരെ അങ്ങ് അപമാനത്തിൻ്റെ ചെളിക്കുണ്ടി പൊതഞ്ഞ് നിൽക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണം. അപ്പോഴാണ് ഇവർ ഒരു താരതമ്യമായിട്ട് വന്നത്. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാനെ കൊണ്ടാണ്? പിണറായി വിജയനാണെങ്കിൽ ഇവിടെ ഇറങ്ങി ചെളി കോരിക്കളയോ, അല്ലെങ്കിൽ ഈ ഡാം പിടിച്ചു വയ്ക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഒന്ന് ആലോചിച്ചോണം.
2018 മഹാപ്രളയം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല. ഈ രമേശ് ചെന്നിത്തല അന്ന് വളരെ അതിവിദഗ്ധമായിട്ട് ഇവന്മാർ പറ്റിച്ചല്ലോ, അതിവിദഗ്ധമായിട്ട് പറ്റിച്ചു. കാരണം അദ്ദേഹം ആദ്യമേ തന്നെ ഇതിനെതിരെ ഒരു വിമർശനവുമായിട്ട് രംഗത്ത് വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ടൊരു ഒരു ഡയലോഗ് അങ്ങ് കീച്ചു. കേരളം ഇത്ര വലിയ പ്രളയക്കെടുതിയിൽ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ എതിരെ ഒന്നും പറയരുത്, സർക്കാരിന് ഒപ്പം നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഒന്നും പറയരുത്, നിങ്ങൾ ഇതിനൊപ്പം സഹകരിക്കണമെന്ന് ഈ പാവം പിടിച്ച ചെന്നിത്തല വിചാരിച്ചത് ശരിയായിരിക്കും. യുവമാര് തന്നെ ഡാം മാത്രമല്ല ഇവര് വൃത്തിയുള്ള തുറന്നു കാണിക്കാൻ ജനവിരുദ്ധന്മാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും തുടങ്ങി. അതെ, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പേടിച്ചു പോയി. ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, ഈ പിണറായി വിജയൻ്റെ കൂടെ ഹെലികോപ്റ്ററെ കയറി ഇവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടു, പിണറായി വിജയൻ ഇവിടെ കൊണ്ട് താഴെ ഇറക്കി വിടുകയും ചെയ്തു. പക്ഷേ അതോടുകൂടി എന്ത് സംഭവിച്ചു, ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ അണ്ണന്മാർക്ക് പ്രതിപക്ഷത്തിന് ബുദ്ധി ഉദിക്കുന്നത്. അപ്പോഴത്തേക്ക് പറയേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ഇവർ കാണിക്കാന്നുള്ളതിന്റെ എല്ലാം കാണിച്ചു. ഇവര് പിടിച്ചു പറിക്കാവുന്നിടത്തുനിന്ന് എല്ലാം പിടിച്ചു പറിച്ചു, പിരിച്ചെടുക്കാവുന്നിടത്തുനിന്ന് എല്ലാം പിരിച്ചെടുത്തു. ഇവര് കാണിക്കാവുന്നതിന്റെ പരമാവധി കൊള്ളരുതാരി അവിടെ കാണിച്ചു വെച്ചു. ഈ പാവ ചെന്നിത്തല മഹാമാന്യനായിട്ടൊരു സൈഡിൽ മാറി മിണ്ടാതെ ഹെലികോപ്റ്ററിലിരുന്നു. ഇതും കണ്ടിട്ട് പോവുകയും ചെയ്തു. ഇത്രയും വലിയൊരു അക്കിടി പ്രതിപക്ഷത്തിന് ഒരിക്കലും പറ്റിയിട്ടില്ല. എന്നിട്ട് ഇതേ കക്ഷികളാണ് ഇന്നിപ്പോൾ വന്നിട്ട് ഇതിനെ വിമർശിക്കും. ഈ പണ്ടൊക്കെ കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പിന്നെ കേന്ദ്ര സഹായം നമ്മൾ അഭ്യർത്ഥിക്കും. കേന്ദ്രത്തിൽ നിന്ന് അവിടെ നിന്ന് അന്വേഷിക്കാൻ കേന്ദ്ര സംഘം എത്തുമ്പോൾ വേനൽക്കാലമായിരിക്കും. അതെ, പിന്നെ ഇവിടെ ഒന്നും കാണില്ല. അങ്ങനെ പണ്ട് ഒരിക്കൽ വേമ്പനാട്ട് കാരുണ്ട് ഹെലികോപ്റ്റർ കാണിച്ചു കൊടുത്ത് കരുണാകരൻ മുഖ്യമന്ത്രിയുടെ സമയത്തും കണ്ട് ഇവരെത്രയോ മാസം കഴിഞ്ഞാണ് വന്നതെന്ന്. വരുമ്പോൾ ഇനി ഇവിടെ കാണിക്കാൻ വെള്ളപ്പൊക്കം ഇല്ലല്ലോ, അങ്ങനെ ഹെലികോപ്റ്റർ കൊണ്ടുപോയി അവരെ താഴെ ഇറക്കണ്ട, നേരെ മുകളിൽ വേമ്പനാട്ട് കായൽ കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതും കാണിച്ചു കൊണ്ടുപോയി. ഇതാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു. തമാശ കഥയാണോ ഒറിജിനലാണോ എന്ന് പറഞ്ഞോളൂ. എങ്കിൽ പോലും പണ്ട് ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നതാണ്. ഒരു പക്ഷേ ഒറിജിനൽ ആയിരിക്കും. പ്രളയം അന്നത്തെ ഏറ്റവും വലിയ കാർട്ടൂൺ എന്താ, പ്രളയക്കെടുതി സന്ദർശിക്കാൻ വേനൽക്കാലത്താണ് വരുന്നത്. അതാണ്. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന കൊടുക്കുകയും ചെയ്യും. നിലവിലിപ്പോ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ സ്ഥിതിഗതികൾ ആരും ഭയപ്പെടാതിരിക്കരുത്, എല്ലാവരും ഭയപ്പെടാതിരിക്കണം എന്ന് നമുക്ക് പറയാനുള്ളത്. നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുൻകരുതലെടുക്കുക. ഞങ്ങൾ ഭരിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്ന് പറഞ്ഞ അവർ ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് മാത്രമേ ഉള്ളൂ ജനത്തെ വിരട്ടുന്നു. വളരെ മോശം ഒരു നിലപാടിലൂടെയാണ് പ്രതിപക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇതിനിടയ്ക്കൂടെ ചുളിവിൽ പിണറായി വിജയനെ തള്ളിക്കയറ്റി വിടാൻ ശ്രമിക്കുന്നു. ഭയങ്കര തിരിച്ചടിയാണ് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തെ പിണറായി വിജയനായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാം സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയനെ മാക്സിമം പൊക്കിയടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഏക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ മീം പോലെയാണ് ഒത്തില്ല എന്ന് മുകേഷ് പറയുന്നൊരു അതേ അവസ്ഥയാണ് ഇപ്പോൾ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷേ കാരണം ജനങ്ങളുടെ ഏവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതാണ് കാര്യം. ഇവരുടെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും ഒരുമിച്ചിറങ്ങുക. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYF ആണെങ്കിലും എല്ലാവരും പോഷക സംഘടന എല്ലാവരും ഒരുമിച്ചിറങ്ങി. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണിത്. അല്ലാതെ ഇത് വേറെ ആരും വന്നല്ല നമ്മളെ സഹായിക്കണം. നമുക്ക് തന്നെ ഒരുപാട് സഹായിക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ നിസ്വാർത്ഥരായ എത്രയോ മനുഷ്യർ സഹായിക്കുന്നുണ്ട്. അവരാരും ഫേസ്ബുക്കിൽ പടം ഇടുന്നില്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് എൻ്റെ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതിനൊപ്പം തന്നെ നമ്മൾ നിൽക്കുക. ദയവായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇവിടെ എന്തൊക്കെയോ വലിയ കുഴപ്പം സംഭവിക്കുന്നു എന്ന് പറഞ്ഞൊക്കെയാണ് വാർത്ത വയ്ക്കുന്നത്. അങ്ങനെയൊന്നും സത്യത്തിൽ സംഭവിക്കുന്നില്ല. പത്തനംതിട്ടയൊക്കെ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ്.